ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പലതരം ആപ്ലിക്കേഷൻസ്, അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതിനെല്ലാം നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പാസ്വേഡ് മറന്നുപോയാൽ, പ്രത്യേകിച്ച് ജിമെയിലിന്റെ പാസ്വേഡ് മറന്നുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആണ്. ചില സമയത്ത് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്താൽ പോലും നമുക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യം, ഇതിനൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ 2 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ പ്രൊഫൈൽ ഐക്കണിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ഐക്കണിൻ്റെ മേലെ നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽ ID ഉണ്ടല്ലോ, അതിൻ്റെ പ്രൊഫൈൽ ഐക്കണിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ കാണാം മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. മാനേജ് ഗൂഗിൾ അക്കൗണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടോപ്പിൽ കാണാം ഹോം, പേഴ്സണൽ, ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി, ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. സെക്യൂരിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. ഭാവിയിലേക്ക് നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ താഴേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് യുവർ സേവ്ഡ് പാസ്വേഡ്. അതായത് പാസ്വേഡ് മാനേജറിൽ ഇവിടെ ഏകദേശം 27 പാസ്വേഡുകൾ, അതായത് 27 ആപ്ലിക്കേഷൻസ് ഞാൻ യൂസ് ചെയ്യുന്നതിലുള്ള പാസ്വേഡുകൾ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്, പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇത്രയും ആപ്ലിക്കേഷൻസ് ഞാൻ ഫേസ്ബുക്ക് ആണെങ്കിലും ഗോഡാഡി കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പലതരം ആപ്ലിക്കേഷൻസ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ചില വെബ്സൈറ്റുകളിൽ കയറിയിട്ട് യൂസർ ID പാസ്വേഡ് കൊടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ ഓൾറെഡി സേവ്ഡ് ആയിട്ട് വെച്ചതാണ്. ഇത് നമ്മൾ യൂസർ ID പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് നമുക്കിതിൽ കാണിക്കുന്നത്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് പാസ്വേഡ് കണ്ടെത്തുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് കാണുക. വീഡിയോ മുഴുവൻ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ഒരു policybazaar.com പാസ്വേഡ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇമെയിൽ ID മുകളിൽ കൊടുത്ത് ഇവിടെ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് ഒന്ന് അവിടെ കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. യൂസർ ID മുകളിൽ കാണിക്കുന്നുണ്ട്, താഴെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. പാസ്വേഡ് കാണാൻ വേണ്ടി അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഐ ബട്ടൺ കാണിക്കുന്നുണ്ട്. ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതൊന്നും പലർക്കും അറിയാത്ത കാര്യമാണ്. ഇവർ പലരും പുതിയ ID ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് മറന്നു പോയിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ആരും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ തന്നെ വരിക. ഇവിടെ നമുക്ക് മുകളിൽ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട് അല്ലേ. ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഗൂഗിൾ ക്രോം പ്രസ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്രോം പ്രസ് ചെയ്ത് വളരെ സ്ലോയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലായ്പ്പോഴും ഞാൻ പറയാറ്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സെറ്റിങ്സ്, ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ചില ഫോണുകളിൽ, സാംസങ് ഫോണിലൊക്കെ സേവ്ഡ് പാസ്വേഡ്സ് എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാ സൈറ്റുകളും എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന രീതിയിലെല്ലാം കാണിക്കുന്നത്. നമുക്ക് അതിൽ ഏതാണോ വേണ്ടത്, ഞാനൊന്ന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് എനിക്ക് മറന്നുപോയി എന്ന് വിചാരിക്കുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് ആ ഇൻസ്റ്റയുടെ പാസ്വേഡ് കാണിക്കേണ്ട ഹൈഡ് ചെയ്താണ് കാണിക്കുന്നത്. നമ്മളൊന്ന് ഈ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അത് അപ്പം വിസിബിളായിട്ട് വരും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി പാസ്വേഡ് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നേരെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് കണ്ടെത്തുവാൻ സാധിക്കും. ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇത് എല്ലാ ഫ്രണ്ട്സിലും ഒന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എവിടെയാണ് നമ്മുടെ പാസ്വേഡുകളെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഓട്ടോ ആയിട്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ആ ഒരു യൂസർ ID പാസ്വേഡ് കൊടുത്ത് നമ്മൾ ആ ഒരു സൈറ്റിൽ കയറുന്ന സമയത്ത് ഓട്ടോ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, ഇതവിടെ സേവ് ആയി നിൽക്കുള്ളൂ. അല്ലാത്ത ഡോൺ സേവ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പാസ്വേഡുകൾ നമുക്ക് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വന്ന് നിൽക്കില്ല. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതേപോലെ തന്നെ മാനുവലായിട്ട് നിങ്ങളുടെ ഡയറിയിൽ എവിടെയെങ്കിലും പാസ്വേഡുകൾ എഴുതി വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.